നമസ്കാരം പ്രിയപ്പെട്ടവരെ, ബിജുവാണ്. ഇന്ന് ഞാൻ ഒരു ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള യൂട്യൂബർ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവരം. ആത്മഹത്യയാണെന്ന് പറയുന്നു, മരിച്ചതാണെന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹം ഈ ലോകം വിട്ടു പോയിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുറിപ്പ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. എത്രത്തോളം ഇന്നത്തെ കുറിപ്പുകൾക്കെല്ലാം എത്രത്തോളം സത്യസന്ധതയുണ്ടെന്നും എത്രത്തോളം അത് യാഥാർത്ഥ്യമുണ്ടെന്നും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നിരുന്നാലും ആ കുറിപ്പ് കണ്ടപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത്, അദ്ദേഹം നിരന്തരമായ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നും ഓൺലൈൻ ലോണുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്നും ഉള്ള രീതിയിലുള്ളൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. ലോൺ തിരിച്ചടയ്ക്കാനുള്ള കാലതാമസത്തിൻ്റെ ഒക്കെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ന്യൂഡ് ഫോട്ടോകൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അയച്ചു കൊടുക്കുമെന്ന രീതിയിൽ ഭീഷണി സന്ദേശം വന്നതായിട്ടും അത് നിങ്ങൾ വെറുതെ വറീഡാവണ്ട എന്നും സുഹൃത്ത് പറഞ്ഞതായിട്ടുള്ളൊരു വിവരമാണ് സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ളത്. ഇത്തരം ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് ഇതേ അനുഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സംഗതി. എന്നിരുന്നാലും സന്ദർഭവശാൽ ഒന്നുകൂടി അത് വിശദീകരിക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ കാര്യമായിട്ട് ഈ ആളുകൾ വളരെ സോഫ്റ്റായിട്ടുള്ള ആളുകൾ, നമ്മൾ ആളുകൾ എത്രയൊക്കെ പരുക്കരാണെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഉള്ളിനുള്ളിൽ അവർ വളരെ സോഫ്റ്റായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. അവർ വളരെ വറീഡായിരുന്നു. അവരുടെ കുടുംബക്കാർക്കൊക്കെ ഈ ഫോട്ടോ അയച്ചു കൊടുക്കും. അതായത് തല മാത്രം നമ്മുടേതും ഉള്ളിൽ വേറെ ഏതുമായിട്ടുള്ള ന്യൂഡ് ഫോട്ടോസാണ് ഇവർ സാധാരണയായി അയക്കാറുള്ളൂ. ആ ഫോൺ ഞാൻ ചെക്ക് ചെയ്തു. അദ്ദേഹം ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. നിങ്ങൾ ലോൺ അടച്ചില്ലെങ്കിൽ അത് ചെയ്യും, ഇത് ചെയ്യുക. അപ്പോൾ ഇവൻ്റെ ഒരു വെപ്രാളമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇവരെയും കൂട്ടി നേരെ സ്റ്റേഷനിൽ പോയി സി ആയിട്ട് സംസാരിച്ചു. സി പറഞ്ഞത്, ഇത്തരം ആപ്പുകളിൽ വീഴാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം, നിങ്ങൾ വെറുതെ വെറിയിട്ടാവണ്ട, അങ്ങനെ തന്നെ വിട്ടാൽ മതി എന്നാണ്. പിന്നെയും കുറേ പ്രാവശ്യം ഇവൻ ഈ ലോണ് മുതൽ സംഖ്യ അവൻ അടച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലോൺ സംഖ്യ അവൻ അടച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവനിങ്ങനെ ഹറാസ് ചെയ്ത് കൊണ്ടിരുന്നു. ഒരു 2-3 ദിവസം അവർ തുറന്നു, പിന്നെ അത് അവസാനിച്ചു. അതായത് അവർ പുതിയ പുതിയ ഇരകളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഞങ്ങൾ എത്ര പൈസ കൊടുത്താലും വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നമ്മളെ സമീപിച്ചുകൊണ്ടേയിരിക്കും. പേടിക്കാൻ പോയാൽ, ഓടാൻ പോയാൽ അതിനെ നേരം കാണും. നമ്മളിതൊക്കെ ഒരു എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളവരെ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ അറിയാൻ, അവരുടെ സത്യാവസ്ഥകളിലേക്ക്, അവരുടെ ഉള്ളുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അല്പസമയം നിങ്ങൾ ചിലവഴിച്ചാൽ ഇത്തരം ചില അപകടങ്ങളിൽ നിന്ന് നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ രക്ഷിക്കുന്നത് അവരുടെ ജീവിതമായിരിക്കും. പിന്നീട് അവർക്ക് വലിയ വിഷയമൊന്നും ആയില്ലെങ്കിലും ആ സമയത്ത് നമ്മൾ കണ്ടുമുട്ടുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നാൽ പലരെയും നമുക്ക് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. സംഭവിക്കുന്നത് സംഭവിക്കട്ടെ, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരാളെ. അതായത് ഇന്നിപ്പോൾ ChatGPT ഒക്കെ ഒരു കണക്കനുസരിച്ച് ഏകദേശം ലോകത്ത് 10 ലക്ഷത്തോളം പേർ തിരഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ്, അതായത് അവർക്കറിയേണ്ടത് വേദനയില്ലാതെ എങ്ങനെ മരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അത്രത്തോളം ആത്മഹത്യ കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് വേണ്ടി ഒരു അല്പസമയം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ചിലപ്പോൾ ഒരു ജീവനായിരിക്കും നിങ്ങൾ രക്ഷിക്കുന്നത്. വീണ്ടും ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ വളരെ ദുഃഖത്തോടെ ആ സുഹൃത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഗുഡ് ബൈ.